സത്തുട്ടി എങ്ങട്ടാ? പാർക്കിലിക്ക? സൂലിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങടാന്ന് ഹൻവിക പറഞ്ഞൊന്നുമല്ലോ അല്ലേ. എന്നാലും എൻ്റെ വകയൊരു വെൽക്കരിക്കട്ടെ. കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോകാൻ കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമാവുമല്ലേ. പലതരം ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ കാണാൻ നല്ല കൗതുകമല്ലേ. അങ്ങനെ ഹൻവികേനെയും കൂട്ടി നമ്മൾ തൃശ്ശൂർ സൂ വരെ ഒന്ന് പോയി. ആദ്യമൊക്കെ ബേർഡ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പരിചയമുള്ള ഓരോരുത്തരെയായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോൾ താനെ ഞങ്ങളുടെ ഇൻട്രസ്റ്റും വന്നു. ആരെയൊക്കെ കണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണുക തത്തേനെയും മൂങ്ങേനെയും പാരറ്റിനൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആനിമൽസിൻ്റെ സെക്ഷനിലേക്ക് വരുന്നത്. ഇവിടെ കൂടുതലായിട്ടും മാനുകളാണുള്ളത്. അതും പലതരം മാനുകളുണ്ട്. കേഴമാനുണ്ട്, കലമാനുണ്ട്, പുള്ളിമാനുണ്ട്, എല്ലാവരും ഇവിടെ ഹാജരാണ്. മാനിനെ കണ്ടപ്പോഴൊരു സന്തോഷം കണ്ടില്ലേ അൻവികയുടെ? മാനേ മാനേ പറഞ്ഞ് വിളിക്കുകയായിരുന്നു അവള്. പിന്നെ തൃശ്ശൂർ സൂ കണ്ടവർക്ക് എല്ലാവർക്കും അറിയണതാവും ടുട്ടൂനിയും മിഥുനെയല്ല. അവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. പിന്നെയാണ് ഈ ടൈഗർ, ലയൺ അവരുടെ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ആ സൂവിൻ്റെ ഫീല് കിട്ടണത്. ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് തോന്നുന്നു. നമ്മുടെ ടൈഗറിനെ നടത്തത്തോട് നടത്താണ്. അതിൻ്റെ ഇടയിൽ പുള്ളി ഒന്ന് ഏറ് കണ്ടിട്ട് വരുന്നവരും പോണവരെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നാലും നടത്തം വിട്ടൊരു കളിയില്ല. നമ്മുടെ കാട്ടിലെ രാജാവ് കണ്ടില്ലേ, ക്ഷീണിച്ചിട്ട് ഉറങ്ങുകയാണ്. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ആൾക്ക് ഭയങ്കര ക്ഷീണമാണ്. ഉണർന്നിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പുള്ളിക്കുട്ടൻ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. നടത്തത്തോട് നടത്തം തന്നെയായിരുന്നു ആളും. സാധാരണ ഇദ്ദേഹത്തെ നമ്മൾ കൂട്ടിനകത്താണ് കാണാറ്. ഇന്നെന്തോ ആശം പുറത്തിറങ്ങി നടക്കുകയാണ്. അങ്ങനെ അവരെയൊക്കെ കണ്ടു പോകുമ്പോഴാണ് പീക്കോക്ക് പറഞ്ഞ് ഹൻവിക വിളിച്ച് പറയണത്. നോക്കുമ്പോൾ എന്താ 2 മയിൽ അവിടെ പതുങ്ങി കിടക്കുക. മയിലിനെ കണ്ടിട്ട് പിന്നെ നമുക്ക് നല്ല പരിചയമാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് മങ്കികളെയും കൂടിയും കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അത്രയേ ഉള്ളൂ. ടാറ്റാ.